ടീച്ചറെ എണീക്കുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അല്ല നാളെയല്ലേ മകൻ വരുന്നത്? അതെ അതെ, 9 മണിക്കാ ഫ്ലൈറ്റ്. ഓ, അപ്പോൾ നാളെ രാവിലെ രണ്ടാളും നടക്കാനുണ്ടാവില്ല അല്ലേ? ഉണ്ടാവില്ല. ആ ശരി. ഉറങ്ങിയോ? ഇല്ല. എത്ര മണിക്ക് ഇറങ്ങണം? 8:30. അവരെത്തിയാലും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വേണ്ടേ പുറത്തിറങ്ങാൻ. സമയമെടുക്കും. നേരത്തെ ഇറങ്ങാം. ഇപ്പൊ പുതിയ വിമാനത്താവളമല്ലേ, എല്ലാം പെട്ടെന്നാവും. പെട്ടെന്നാകും. പണ്ടത്തെക്കാളും മോശമാണെന്നാ കേൾവി. എന്നാലും നേരത്തെ ഇറങ്ങാം. എന്റെ ടീച്ചറെ ഒന്ന് കിടന്നുറങ്ങ്. അതെ, സമയം അങ്ങ് പോയി. എന്തെടുക്കുക? ഓ, കഴിഞ്ഞു എന്റെ ടീച്ചറെ. നിങ്ങൾ ഇങ്ങനെ ധൃതി പിടിച്ചാലെങ്ങനാ? വേറെ കാറ് വല്ലതും പറയണോ മാഷേ? പെട്ടികൾ കൂടുതലുണ്ടെങ്കിലോ? ഹേ, എങ്കിലവൻ പറഞ്ഞേനെ. അല്ലെങ്കിൽ 2 ദിവസത്തേക്കല്ലേ? അത് പറയാൻ പറ്റില്ല. മീരെ അറിയില്ലേ, 2 ദിവസത്തേക്കാണെങ്കിലും 5 പെട്ടി കാണും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നോക്കാം. ടീച്ചർ ഇറങ്ങുക. ഹരി, വണ്ടി ഇറക്കാൻ നോക്ക്. അതെ, മോളെ ഞാൻ എന്റെ മടിയിൽ വെച്ചോളാം. ശരി. അവൻ വന്നാൽ ഉടനെ പറയണം. ദിവസങ്ങൾ പെട്ടെന്ന് അങ്ങ് പോകും. ഓ, ഞാൻ പറഞ്ഞോളാമേ. ഒന്ന് സമാധാനിക്കെന്റെ ടീച്ചറെ. എന്റെ മോളൊന്ന് പൊക്കം വെച്ചല്ലോ. അതെ, ഞാൻ എന്താ കുട്ടിയാന്ന് അറിയോ? എന്താ? രാഹുൽ, ഈ ബെഡ്റൂം ഒന്ന് AC ആക്കി കൂടെ? കഴിഞ്ഞ തവണയും പറഞ്ഞതാ. തുടങ്ങിയോ? അതെ, എല്ലാവരും കൂടി എയർപോർട്ടിൽ വരേണ്ട കാര്യം എന്താ? ഡ്രൈവറെ വിട്ടേ പോരെ? ഇടിഞ്ഞിരുന്നിട്ട് എന്റെ നടു ഒടിഞ്ഞു. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടി. നമുക്കാണ് അവർ പാരന്റ്സ്, അവർക്ക് നമ്മൾ മക്കളാണ്. നാളെ ദേവുവാണ് വരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? ഡ്രൈവറെ വിടുമോ അതോ നീയും പോവുമോ? തുടങ്ങി. ദേ നാട്ടിലെത്തി. ആ മുണ്ടെടുത്ത് കൊടുക്കേണ്ട താമസം. ആള് വേറെയാ. ഇവിടെ വരുമ്പോഴാടി ഞാനൊന്ന് നട്ടല്ലെന്ന് വെക്കുന്നത്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. മോളുടെ കയ്യിലേ അമ്മൂമ്മ മൈലാഞ്ചി ഇട്ട് തരാട്ടെ. ആഹാ, നീ പഴയതുപോലെയൊന്നുമല്ല, വലിയ കുട്ടിയാ. താഴെ ഇറങ്ങി. ഒന്ന് പോടാ. മോൾ അവൻ പറയുന്ന ഒന്നും കേക്കണ്ട കേട്ടോ. ആഹാ, അങ്ങനെ തന്നെ പറഞ്ഞുകൂടെ. അച്ഛാ, സതീഷ് എന്നൊരു ഫ്രണ്ട് വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. നീ ഇന്നേ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അയാൾ രാത്രി വിളിച്ചോളും. അതെ, നാട്ടിലാണെന്ന് പറഞ്ഞ് വാരി വലിച്ച് കഴിക്കരുത്. അച്ഛാ, കഴിഞ്ഞ തവണ തിരിച്ചു ചെന്നപ്പോ കൊളസ്ട്രോൾ 300 കഴിഞ്ഞു. എനിക്ക് അമ്മമ്മ വാരി തന്നാ മതി. അതിനെന്താ? അമ്മേ, കൈ കഴുകാതെയാണോ? ഒരു ആന്റിബയോട്ടിക് കോഴ്സ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ അവള്. അല്ല, ഞാന് കൈ കഴുകിയിട്ട് കൊടുക്കാലോ.
അമ്മ ആ വായ എനിക്ക് തന്നേരെ. എനിക്കാവുമ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രശ്നമില്ല. ദേവു, അമ്മൂമ്മ കൈ കഴുകി തരും കേട്ടോ. വേണമെങ്കിൽ മോളുടെ വായും കൂടെ ഒന്ന് കഴിയിക്കോ. ഈ അമ്മ ഭയങ്കര സാധനോ അല്ലേ അച്ഛാ? ദേവു പോവാം. അപ്പൂപ്പാ കഴിഞ്ഞില്ലേ? ഇറങ്ങുകയോ? നാളെ പോയാ പോരെ? അയ്യോ ഇല്ലമ്മേ, മീരയുടെ അച്ഛനും അമ്മയും കാത്തിരിപ്പുണ്ടാവും. എന്താ ടീച്ചറെ ഇത്? അവരുടെയും കൂടെ പേരക്കുട്ടിയല്ലേ? മോള് ചെല്ലേ. വന്നേ. ഒന്ന് പറയുന്നേ. മോനെ, ആ എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എന്താച്ചാ? എന്തെങ്കിലും അത്യാവശ്യമായി? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ നാളെ തന്നെ തിരികെ വരും. എന്നിട്ട് പോരെ? ഇന്ന് തന്നെ പറയേണ്ടതായിരുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചത് ടീച്ചറും കണ്ടതല്ലേ? വൈകുന്തോറും എന്തോ ഒരു പേടി. അമ്മമ്മേ. അല്ല, എന്റെ കുസൃതി ഇങ്ങ് വന്നോ? അപ്പൂപ്പന്റെ സുന്ദരിക്കുട്ടി. ഇപ്പോഴാ നിന്റെ അമ്മയ്ക്കൊന്ന് ജീവൻ വീണത്. അതെ, ഒന്ന് പറയൂ. മോനെ, ഞാൻ പറയാൻ വന്ന കാര്യം. ആ അച്ഛാ, ഒരു മിനിറ്റ്, ഒരു അർജന്റ് ഇമെയിൽ. ഈ അച്ഛൻ ഇങ്ങനെയാ, ഏത് നേരം ഒരു ലാപ്ടോപ്പ്. മോനെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറയൂ അച്ഛാ. അമ്മയ്ക്കൊരാഗ്രഹം. ഞങ്ങൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ ദേവുമോളെ കൂടി ഞങ്ങളോടൊപ്പം. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്ക്. ആരും അവളെ കണ്ടിട്ടുമില്ലല്ലോ. എല്ലാവരും നല്ല നിലയിലിരുന്ന് റിട്ടയർ ആയവരാ അല്ലേ മാഷേ? അമ്മ എന്താ ഈ പറയുന്നേ? അല്ലെങ്കിൽ അവൾക്കിപ്പോ റണ്ണിങ് നോസാ. ഇനി രാവിലെ മഞ്ഞത്ത്. ഏയ്, അതൊന്നും ശരിയാവില്ല. സൺഡേ തിരിച്ചു പോണ്ടതാ. അച്ഛാ, ഞാൻ തൊപ്പി വെച്ചോളാം. അപ്പൊ പിന്നെ ഒരെണ്ണം വാങ്ങിട്ടുണ്ടല്ലേ അമ്മമ്മേ? ദേവു, അടി കിട്ടും കേട്ടോ. ഐ ഹാവ് ടോൾഡ് യു സെവറൽ ടൈംസ് നോട്ട് ടു ഇന്റർഫിയർ വെൻ എൽഡേഴ്സ് ആർ ടോക്കിംഗ്, ഓക്കേ? അടുത്ത തവണ ആവട്ടെ അച്ഛാ, അവൾക്ക് സുഖമില്ലാത്തല്ലേ.
നടക്കാൻ ഞാനില്ല മാഷേ. എന്താ ടീച്ചറേ ഇത്? ഞാൻ അവനോട് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഇല്ല മാഷേ, നാളെ ഞാനില്ല. മോനെ, ഒന്ന് വരിക മോനെ. ആ ഇതാ വരുന്നു വെച്ചാ. അച്ഛനാ? ദേ, മോളെ രാവിലെ നടക്കാൻ കൂട്ടാനാണെങ്കിൽ പറ്റത്തില്ല കേട്ടോ. രാവിലെ തന്നെ അച്ഛാ, എന്ത് പറ്റിയച്ചാ? അച്ഛാ, മാഷേ, അപ്പൂപ്പാ.